നമസ്കാരം. കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന 6018 വോട്ടർമാരെ ആസൂത്രിതമായി വോട്ടർ പട്ടികയിൽ നിന്നും നീക്കിയെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തികളെ നേരിട്ട് കേൾക്കാതെ ഓൺലൈനായി രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വോട്ട് ഒഴിവാക്കാനാകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഓൺലൈനായി ഒരു വോട്ടും നീക്കം ചെയ്യാൻ കഴിയില്ലെന്നും വോട്ട് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് പറയാനുള്ളത് കേൾക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. പൊതുജനങ്ങളിൽ ആർക്കും ഓൺലൈനായി ഒരു വോട്ടും നീക്കം ചെയ്യാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് പറയാനുള്ളത് കേൾക്കാൻ അവസരം നൽകും. അതല്ലാതെ വോട്ട് നീക്കം ചെയ്യില്ല. 2023 അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടുകൾ നീക്കം ചെയ്യാൻ ചില വിഫല ശ്രമങ്ങൾ നടന്നിരുന്നു. ഈ വിഷയം അന്വേഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരികൾ തന്നെ FIR ഫയൽ ചെയ്യുകയും ചെയ്തുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹൈഡ്രജൻ ബോംബ് വരുന്നതേയുള്ളൂവെന്ന് പറഞ്ഞായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വോട്ട് ചോരികളെ സംരക്ഷിക്കുകയാണ്. താൻ തെളിവ് കാണിക്കാം, പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരെ ഒഴിവാക്കുകയാണ്. വോട്ട് കൊള്ളയ്ക്ക് 101% തെളിവുണ്ടെന്നും രാഹുൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്നും 6000-ഓളം പേരെ നീക്കിയതായാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെയും ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ജനാധിപത്യത്തെ തകർക്കുന്നവരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംരക്ഷിക്കുന്നുവെന്ന് രാഹുൽ ആരോപിച്ചു. കർണാടകയിലെ ഒരു നിയമസഭാ മണ്ഡലമാണ് അലന്ത്. അവിടെ ആരോ 6018 വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചു. 2023 തെരഞ്ഞെടുപ്പിൽ അലന്തിൽ നിന്ന് ആകെ എത്ര വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടു എന്ന് നമുക്കറിയില്ല. ആ സംഖ്യ 6018-ലും വളരെ കൂടുതലാണ്. എന്നാൽ 6018 വോട്ടുകൾ നീക്കം ചെയ്യുന്നതിനിടെ ഒരാൾ പിടിക്കപ്പെട്ടു. യാദൃച്ഛികമായിട്ടാണ് അത് പിടിക്കപ്പെട്ടതും. സംഭവിച്ചത് എന്തെന്നാൽ അവിടുത്തെ ബൂത്ത് ലെവൽ ഓഫീസറുടെ അമ്മാവിന്റെ വോട്ട് നീക്കം ചെയ്യപ്പെട്ടതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ആരാണ് തന്റെ അമ്മാവിന്റെ വോട്ട് നീക്കം ചെയ്തതെന്ന് അവർ പരിശോധിച്ചു. അപ്പോഴാണ് ഒരു അയൽവാസിയാണ് അത് ചെയ്തതെന്ന് അവർ കണ്ടെത്തിയത്. അവർ അയൽവാസിയോട് ചോദിച്ചപ്പോൾ താനൊരു വോട്ടും നീക്കം ചെയ്തിട്ടില്ലെന്ന് അവർ പറഞ്ഞു. വോട്ട് നീക്കം ചെയ്തെന്ന് പറയുന്ന ആൾക്കോ വോട്ട് നഷ്ടപ്പെട്ട ആൾക്കോ ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. മറ്റേതോ ശക്തി ഈ നടപടിക്രമത്തെ ഹൈജാക്ക് ചെയ്യുകയും വോട്ട് നീക്കം ചെയ്യുകയുമായിരുന്നുവെന്നും രാഹുൽ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വിശദീകരിച്ചത്. വോട്ട് നീക്കം ചെയ്യുന്നതിനായി കേന്ദ്രീകൃത സംവിധാനം പ്രവർത്തിക്കുന്നുവെന്ന ആരോപണമാണ് രാഹുൽ ഇന്ന് ഉന്നയിച്ചത്. ദശലക്ഷക്കണക്കിന് വോട്ടുകളാണ് ഇത്തരത്തിൽ രാജ്യത്താകമാനം നീക്കം ചെയ്യുന്നത്. പ്രധാനമായും പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ദളിതർ, ഗോത്ര വിഭാഗക്കാർ, പിന്നോക്കക്കാർ, മുസ്ലിങ്ങൾ എന്നിവരെ പ്രത്യേകം ലക്ഷ്യമിട്ട് വോട്ട് നീക്കം ചെയ്യുന്നു. ഇത് നേരത്തെ നിരവധി തവണ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ 100% തെളിവോടെ പുറത്തു വന്നിരിക്കുകയാണെന്നും രാഹുൽ പറഞ്ഞു. ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ വോട്ട് കൊള്ളയ്ക്കായി പ്രവർത്തിക്കുകയാണ്. പട്ടികയിൽ നിന്ന് വോട്ട് നീക്കാനുള്ള അപേക്ഷകനായി കാണിക്കുന്നത് ഓരോ ബൂത്തിലെയും ആദ്യത്തെ വോട്ടറുടെ പേരാണ്. ഇത് കേന്ദ്രീകൃതമായി ചെയ്യുന്നതാണെന്ന് വ്യക്തമാണ്. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നീക്കിയ ആദ്യത്തെ 10 ബൂത്തുകളും കോൺഗ്രസ് ബൂത്തുകളാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി.